മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഏതായാലും വലിയൊരു ഭൂരിപക്ഷത്തിന് UDF തിരിച്ചു വരുന്നു. മന്ത്രിതല ചർച്ചകളൊക്കെ എങ്ങനെ നടക്കുന്നു? അല്ല, ഇതുവരെ തെരഞ്ഞെടുപ്പും അതിൻ്റെ ആഹ്ലാദങ്ങളും ആഘോഷങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ചർച്ചകളിലേക്ക് പോയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം ഇന്ന് മുസ്ലിം ലീഗുമായി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ചർച്ച നടക്കും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുന്നണിയിൽ വേണ്ടതും പാർട്ടിയിൽ വേണ്ട കാര്യങ്ങളൊക്കെ പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിക്കും. ഈ പ്രധാനമായും മുഖ്യമന്ത്രിയെ ചൊല്ലിക്കൊണ്ടുള്ളൊരു തർക്കം കോൺഗ്രസിനകത്ത് നിൽക്കേണ്ടത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ പോലും ഘടകകക്ഷികൾ ഏത് പക്ഷത്ത് നിൽക്കും എന്നുള്ളതാണ്. അല്ല, അത് പാർട്ടിക്കുള്ളിൽ പല അഭിപ്രായങ്ങളുണ്ടാവും. എല്ലാ പാർട്ടികളിലും ഇങ്ങനെ ആളുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അത് കോൺഗ്രസ് ഒരു തീരുമാനത്തിലെത്തി, ഒരു ഏകകണ്ഠമായ ഒരു തീരുമാനത്തിലെത്തും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളോട് അതിനെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ ചോദിച്ചാൽ ആ സമയത്ത് ഞങ്ങൾ അഭിപ്രായം പറയും. ഇന്ന് വൈകുന്നേരത്തെ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അഭിപ്രായം പറയും. ലീഗ് VD സതീശൻ എന്നുള്ളതിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. കഴിഞ്ഞ ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ അങ്ങനെ ഒരു സൂചനയെ നൽകിയിരുന്നത്. ആ നിലപാടിൽ തന്നെ ലീഗ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരാളെ പേരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതുവരെ നിർദ്ദേശിച്ചിട്ടുമില്ല. ഞങ്ങളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും. അതിന് വ്യക്തമായ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളെടുത്തുണ്ട്. ഞങ്ങളത് പറയും. ഈ VD സതീശനിലേക്ക് ഘടകകക്ഷികൾ എത്താനുള്ളൊരു കാരണം എന്താണ്? എത്തിയെന്നാരാ പറഞ്ഞത്? എന്നിട്ടല്ലേ കാരണങ്ങൾ അന്വേഷിക്കേണ്ടത്. പൊതുവെ ഘടകകക്ഷികളും മുസ്ലിം ലീഗും എല്ലാം തന്നെ VD സതീശന് എന്നുള്ളൊരു വികാരം നിലനിൽക്കുന്നുണ്ടല്ലോ. അത് UDFൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFനെ നെഞ്ചേറ്റിയിട്ടുണ്ട്. ആ ജനവികാരം മറികടന്നുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകാൻ UDFന് കഴിയില്ല. കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമായിരിക്കും. അത് പ്രധാനമായും ഈ കോൺഗ്രസ് ആണത് മനസ്സിലാക്കേണ്ടത്, ആ ഒരു ജനവികാരം അല്ലേ? ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നോ ജനവികാരത്തിനെതിരായി UDFിലെ ഏതെങ്കിലും ഘടകകക്ഷി നിൽക്കുമെന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ചർച്ചകളിലൂടെ അതൊക്കെ പരിഹരിക്കപ്പെടും, നല്ല തീരുമാനം വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാലും ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇടപെടലുകൾ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള റോള് വളരെ കൃത്യമായി ചെയ്യുന്നു, ഒരു മതേതര ചേരിയിൽ ശക്തമായി നിലകൊള്ളുന്നു, സമുദായ നേതാക്കൾ ഏതെങ്കിലും രീതിയിൽ ശരികേട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായ തിരുത്തും മറുപടിയും കൊടുക്കുന്നു, അങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പറയുകയും സമുദായത്തിനെ ഉന്നം വയ്ക്കുകയും ചെയ്യുന്ന കുറേ പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് ഉൾപ്പെടെ വന്ന സമയത്ത് അതിനെയൊക്കെ കൃത്യമായി പ്രതിരോധിച്ചൊരു നേതാവ് കൂടിയാണ് VD സതീശൻ. സ്വാഭാവികമായും മുസ്ലിം ലീഗ് VD സതീശൻ്റെ അപ്പുറത്തേക്ക് ഒരു ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കുറവല്ലേ? ഇതിൽ മുസ്ലിം ലീഗിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് നേതൃത്വം ഞങ്ങളുമായി ഏതൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം ഓരോ വിഷയത്തെ സംബന്ധിച്ചുള്ള ലീഗിൻ്റെ അഭിപ്രായം അവരോട് പറയും. അതാണല്ലോ അതിൻ്റെ മര്യാദ. ഒരു ചർച്ചയിൽ കാര്യങ്ങൾ അഭിപ്രായം വരുന്നതിന് മുമ്പ് അത് മാധ്യമങ്ങളെ അറിയിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെ ചർച്ചയിൽ എന്താണോ വരുന്നത് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ പാർട്ടി ഉണ്ടാക്കി കൊടുക്കും. ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു നേതാവ് തന്നെ മുഖ്യമന്ത്രി ആവണമെന്നുള്ള നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിന് അല്ലേ? അല്ല, UDFിലെ എല്ലാ നേതാക്കൾക്കും ജനപിന്തുണയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നിലവിൽ ഇപ്പോഴുള്ള കോൺഗ്രസിൻ്റെ ആണെങ്കിൽ KC വേണുഗോപാൽ വീണ്ടും മത്സരിച്ച് MLA ആയ ശേഷം മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. അതിനോടൊക്കെ എങ്ങനെയാണ് കാണുന്നത് അതിനെ? അല്ല, പുറത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വാർത്തകളോട് പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഗൗരവമായ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ മുസ്ലിം ലീഗിന് കഴിയും. അത് ഞങ്ങൾ ചെയ്യും. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളെല്ലാം ഒറ്റക്കെട്ടാണ് അല്ല, ഘടകകക്ഷികളുമായി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങളെ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. ഞങ്ങളിത് സംബന്ധിച്ച് മറ്റ് ഘടകകക്ഷികളുമായിട്ട് ചർച്ച ഒന്നും ചെയ്തിട്ടില്ല. ഇന്നാണിപ്പോൾ ആദ്യമായി ചർച്ച തുടങ്ങുന്നത്. എന്നാലും ഈ ഘടകകക്ഷികളുമൊക്കെ ആയിട്ടുള്ള സംസാരത്തിന് അവരും ഈ ഒരു മുസ്ലിം ലീഗിൻ്റെ നിലപാടിനൊപ്പം തന്നെ നിൽക്കുക എന്നുള്ളത് തന്നെയായിരിക്കില്ലേ? അല്ല, മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ആ നിലപാടിൻ്റെ ഒപ്പം നിൽക്കുകയാണോ ഇരിക്കുകയാണോ എന്ന് പറയാൻ കഴിയില്ലല്ലോ. പലപ്പോഴും നമുക്ക് ലഭിക്കുന്നൊരു സൂചനകളനുസരിച്ച് ആണ് ഞാൻ പറയുന്നത്. എല്ലാം ഇന്നത്തെ ചർച്ചയോടുകൂടി ഇന്നും നാളെയൊക്കെ ആയിട്ട് എല്ലാം തീരുമാനിക്കപ്പെടും. അതുവരെ നമ്മൾ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നില്ല.
ഘടകകക്ഷികൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്ന ആൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട് അല്ലേ? ഞങ്ങളായി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ അങ്ങനെ വിശ്വാസത്തിലെത്താൻ ഒരു സാധ്യതയില്ല. അല്ല, ആവശ്യപ്പെടുന്ന ആൾ തന്നെയായിരിക്കും. ഇന്നിപ്പോൾ എന്തായാലും ഹൈക്കമാൻഡ് നിരീക്ഷകരുമായിട്ട് കൂടിക്കാഴ്ചയുണ്ട്. അതിനുശേഷം മുസ്ലിം ലീഗും മറ്റ് ഘടകകക്ഷികളും പറയുന്ന ആൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയാവുക. മുസ്ലിം ലീഗിനോടും ഘടകകക്ഷികളോടും അവരെന്താണ് ചോദിക്കുക, എന്താണ് അറിയേണ്ടത്, എന്താണ് ചർച്ച ചെയ്യേണ്ടതെന്ന് അജണ്ട ഇല്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കാനാണോ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളോട് ചോദ്യം വരുമ്പോഴേ ഞങ്ങളതിന് മറുപടി പറയേണ്ട ആവശ്യമുള്ളൂ. എന്തായാലും മതേതര ചേരിയിൽ നിൽക്കുന്ന ശക്തമായി ജനസ്വാധീനമുള്ള ഒരു നേതാവ് തന്നെ മുഖ്യമന്ത്രി ആവണം എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗിന്. തീർച്ചയായും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങൾ വിശ്വസിക്കുന്ന, ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവേ മുഖ്യമന്ത്രിയാവൂ. അതിൽ ഒരു സംശയം വേണ്ട. ഒരു ജനവിരുദ്ധനെ മുഖ്യമന്ത്രിയാക്കാൻ UDF-ഓ കോൺഗ്രസ്സോ ലീഗോ ആരെങ്കിലും തയ്യാറാവൂ? എന്തായാലും വളരെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആര് മുഖ്യമന്ത്രിയാവും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒരു സമയമല്ല. എന്തായാലും നിരീക്ഷകരെ കാണും. മുസ്ലിം ലീഗിൻ്റെ നിലപാട് വളരെ കൃത്യമായി പറയും. മറ്റ് ഘടകകക്ഷികളുമായി അത്തരത്തിലുള്ള കൂടിയാലോചനകളൊന്നും നടന്നിട്ടില്ല. എങ്കിൽ പോലും ഒരു ജനസ്വാധീനമുള്ള ഒരാൾ തന്നെ മുഖ്യമന്ത്രിയാവും. അത് UDF-ൽ അത്രത്തോളം ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്ന ഒരാളായിരിക്കണം. ഒരു ജനവിരുദ്ധനെ എന്തായാലും മുഖ്യമന്ത്രിയാക്കുന്നതിനോട് യോജിപ്പില്ല മുസ്ലിം ലീഗിന് എന്നും PMA സലാം പറയുന്നുണ്ട്. ക്യാമറാമാൻ സന്തോഷ് ചേകവർക്കൊപ്പം S. വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.